മലയാളികളുടെ യാത്രാക്ലേശം മുതലാക്കാനൊരുങ്ങി സ്വകാര്യ ബസ് ലോബി. ഓണാവധിക്ക് പിന്നാലെ പൂജ അവധി ദിവസങ്ങളിലും സ്വകാര്യ ബസ് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. സാധാരണ ദിവസത്തെ നിരക്കിനേക്കാൾ 2000 രൂപ വരെയാണ് പൂജ ദിവസങ്ങളിലെ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയത്. ചെന്നൈയിലും ബാംഗ്ലൂരിലുമെല്ലാം ജോലി ചെയ്യുന്ന മലയാളികൾക്ക് നീണ്ട അവധിക്ക് ശേഷമുള്ള മടക്കയാത്രകൾ ഇപ്പോൾ ദുരിതമേറിയ അനുഭവങ്ങളാണ്. അത്രത്തോളമുണ്ട് സ്വകാര്യ ബസ് ഉടമകളുടെ ചൂഷണങ്ങൾ. ഓണക്കാലത്ത് ചൂഷണത്തിന് ശേഷം അവർ വീണ്ടും ഒരുങ്ങുകയാണ് പൂജ അവധിക്ക് ശേഷമുള്ള ചൂഷണം നടത്താൻ. പൂജ അവധികൾ ആരംഭിക്കുന്ന ഒക്ടോബർ 9 മുതൽ സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം ഉയർത്തിക്കഴിഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ 1500 രൂപ മുതൽ പരമാവധി 2500 രൂപ വരെയാണ് ബാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിലെ ടിക്കറ്റ് നിരക്ക്. ഇനി അവധി ദിവസം ആരംഭിക്കുന്ന 9-ാം തീയതി മുതലുള്ള ഓൺലൈൻ ടിക്കറ്റ് നിരക്ക് നോക്കാം. രൂപ മുതൽ 4000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. അവധി കഴിഞ്ഞ് കൂടുതൽ പേരും മടങ്ങിപ്പോകുന്ന 13-ാം തീയതിയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ചെന്നൈ റൂട്ടിലെ സ്വകാര്യ ബസ് ലോബിയും മലയാളികളെ പിഴിയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 1400 രൂപ മുതൽ 2000 രൂപ വരെയാണ് തിരുവനന്തപുരം ചെന്നൈ റൂട്ടിലെ സാധാരണ ദിവസങ്ങളിലെ ടിക്കറ്റ് നിരക്ക്. എന്നാൽ പൂജ അവധി ആരംഭിക്കുന്ന ദിവസങ്ങളിലും അതിനുശേഷവുമുള്ള ടിക്കറ്റ് നിരക്ക് 3500-ഉം 3650-ഉം എല്ലാമാണ്. ഇത് ഓൺലൈനിലെ മാത്രം കാര്യമല്ല. നേരിട്ട് സ്വകാര്യ ബുക്കിംഗ് കേന്ദ്രങ്ങളിലെത്തി ടിക്കറ്റ് എടുക്കാൻ നോക്കിയാലും ഇതേ നിരക്ക് തന്നെ നൽകണം. ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിലെല്ലാം വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടിക്കറ്റിന് വില കൂടെ തന്നെ. ഇപ്പം ഓണ ലീവ് വന്ന് അതിന് വില കൂടിയിട്ടുണ്ട്. ഇപ്പം തിരിച്ച് പോകാനും വില കൂടിയിട്ടുണ്ട്. സീസൺ അനുസരിച്ച് അവർ വില കൂട്ടിയിട്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് ഞങ്ങൾ പോയതിനു ശേഷവും വില കൂട്ടിയിട്ടിരിക്കുന്നു. അവരെ പറയണം, കണ്ടക്ടറെ പറയണം ഇപ്പം ഇതിന് വില കൂടി. എയർ ബസ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി 4 ഇരട്ടി വരെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചാർജ്. അവധി ദിവസങ്ങൾ ഇപ്പോൾ ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിലുള്ള റേറ്റല്ല തിങ്കളാഴ്ചത്തെ. ഇന്ന് 750 രൂപയാണ് ഇതിൻ്റെ ബർത്തിൽ ചാർജ്. പക്ഷേ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാവും. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് കുറവാണ്. പക്ഷേ വേഗത്തിൽ തീർന്നു പോകുന്നു എന്നതാണ് ഒരു പ്രതിസന്ധി. സ്വകാര്യ ബസ് ലോബിയുടെ ചൂഷണം തടയാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. കൂടുതൽ KSRTC ബസ്സുകളും ട്രെയിനുകളും സർവീസ് നടത്തുക എന്നത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.